കഠിനംകുളത്ത് യുവതിയെ കഴുത്തറുത്തു കൊന്ന പ്രതി ജോൺസൺ ഔസേപ്പിനെ ഇന്നലെ രാത്രിയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. രാവിലെ വൈദ്യപരിശോധനകൾക്ക് ശേഷം കഠിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവന്നു. ജോൺസണുമായുള്ള ബന്ധം കൊല്ലപ്പെട്ട ആതിരയുടെ കുടുംബത്തിന് അറിയാമായിരുന്നു. പലതവണ ജോൺസൺ ആതിരയുടെ ഭർത്താവിനോടും കുടുംബത്തിനോടും ആതിരയെ തന്റെ ഒപ്പം അയക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കുടുംബം ഇക്കാര്യത്തിൽ ആതിരയെ വിലക്കിയിരുന്നു. ഇതോടെ ഒരുമിച്ച് താമസിക്കാം എന്ന തീരുമാനത്തിൽ നിന്ന് ആതിര പിന്മാറിയതോടെയാണ് ജോൺസൺ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൂടെ ചെല്ലാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനകത്ത് കുറേ അധികം കാര്യങ്ങളും നമുക്കിനി ഇതിന്റെ അന്വേഷണ ഭാഗമായിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വിഷം കഴിച്ചതിനെ തുടർന്ന് ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പ്രതി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചതോടെയാണ് കഠിനംകുളം പോലീസ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചത്. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം കൊല്ലപ്പെട്ട ആതിരയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസിന്റെ നിലവിലെ നീക്കം. ഈ മാസം 21-നാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ആതിരയെ ശാരീരിക ബന്ധത്തിനിടെ പ്രതി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.